സിക്കോമിനോണിൽ നിന്നും പോകുന്നു. പരിശുദ്ധ കന്യകാമറിയവും ആധ്യാത്മിക മാതൃത്വവും. രാത്രി സമയം. എല്ലാം നിശ്ചലം, നിശബ്ദം. ആകാശത്തിൽ ചന്ദ്രക്കല. ഈശോയും അപ്പസ്തോലന്മാരും സ്ത്രീകളും എൻഡോറിലെ ജോണും എർമാസ്തവൂസും വളരെ താണസ്വരത്തിൽ ഐസക്കിനോട് വിട പറയുന്നു. അയാൾ മാത്രമേ ഉണർന്നിട്ടുള്ളൂ. കടൽക്കരയിലൂടെ അവർ നടക്കുമ്പോൾ മണലിനിരിയുന്ന അല്പം ശബ്ദം മാത്രമേ കേൾക്കുവാനുള്ളൂ. അവസാനത്തെ വീടും പിന്നിട്ട് ഏതാനും മീറ്റർ അകലുന്നതുവരെ ആരും ശബ്ദിക്കുന്നില്ല. വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്നവർ ഈ വേർപാട് അറിയുന്നതേയില്ല. കഠിനമായ നിശബ്ദത. പടിഞ്ഞാറ് അസ്തമിക്കുവാൻ പോകുന്ന ചന്ദ്രക്കലയോട് കടൽ സംസാരിക്കുന്നതു മാത്രം. തീരത്തെ മണലിനോട് കടൽ സ്വന്തം ആഴങ്ങളെക്കുറിച്ചും വേലിയേറ്റ സമയത്തെ തിരകളുടെ വലിയ നീളത്തെക്കുറിച്ചും മറ്റും കഥകൾ പറയുന്നു. വേലിയേറ്റം ആയതുകൊണ്ട് തീരത്തിൻ്റെ വീതി വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം സ്ത്രീകൾ മുമ്പിലാണ്. തീഷ്ണൻ, യൂദാസ്, തദേവൂസ്, അൽഫേസിൻ്റെ മകൻ ജെയിംസ് എന്നിവർ സ്ത്രീകളുടെ ഒപ്പമുണ്ട്. അങ്ങുമിങ്ങുമായിട്ടുള്ള തെന്നുന്ന പാറകളുടെ മീതെ നടക്കുവാൻ സ്ത്രീകളെ അവർ സഹായിക്കുന്നു. തീഷ്ണൻ മഗ്ദലനയോടുകൂടെ. അൽഫേസിൻ്റെ മകൻ ജെയിംസ് അവൻ്റെ അമ്മയെയും സൂസനെയും സഹായിക്കുന്നു. യൂദാസ് തദേവുസിൻ്റെ കൈകൾ ഈശോയുടേതുപോലെ നീളവും ബലവുമുള്ളതാണ്. അത് പരിശുദ്ധ അമ്മയുടെ ചെറിയ കൈകൾക്ക് സഹായം നൽകുന്നു. ഓരോരുത്തരും അവരുടെ കൂടെയുള്ളവരോട് വളരെ താണസ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഭൂമിയുടെ ഉറക്കത്തെ ബഹുമാനിക്കുന്നത് പോലെ കാണപ്പെടുന്നു. തീഷ്ണൻ മേരി മഗ്ദലനയോട് കാര്യഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. ഒന്നിലധികം പ്രാവശ്യം കൈയെടുത്തും സംസാരിക്കുന്നതും കാണപ്പെടുന്നു. അതിൻ്റെ അർത്ഥം അതങ്ങനെ തന്നെയാണ്. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നെല്ലാമാണ്. അവർ രണ്ടുപേരും എല്ലാവരെയും മുമ്പിലായതുകൊണ്ട് അവർ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ജോൺ തൻ്റെ കൂടെയുള്ള ആളിനോട് കടലിനെക്കുറിച്ചും അങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് നിലാവിൽ വെളുത്തു കാണുന്ന കർമ്മലമലയെക്കുറിച്ചും കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് വല്ലപ്പോഴും സംസാരിക്കുന്നത് മാത്രം. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യവും അവർ വന്ന മലയുടെ മറുവശത്തുള്ള വഴിയെപ്പറ്റി പറയുകയായിരിക്കും. അൽഫേസിൻ്റെ ഭാര്യ മേരിയുടെയും സൂസന്നയുടെയും മധ്യത്തിൽ നടക്കുന്ന ജെയിംസും കർമ്മലമലയെപ്പറ്റി സംസാരിക്കുന്നു. അയാൾ അമ്മയോട് പറയുന്നു, ഈശോ എന്നെ മാത്രം കൂട്ടിക്കൊണ്ട് ആ മലയുടെ മുകളിൽ കയറി എന്തോ പറയാമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ട്. എന്താണ് മകനെ അവൻ നിന്നോട് പറയാൻ പോകുന്നത്? അത് കഴിഞ്ഞ് എന്നോട് നീ അത് പറയുമോ? അമ്മേ, അതൊരു രഹസ്യമാണെങ്കിൽ എനിക്ക് അമ്മയോട് പറയാൻ സാധിക്കുകയില്ല. അവൻ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറയുന്നു. അവൻ്റെ ആകൃതിയിലും അതിലുപരി കാരുണ്യം നിറഞ്ഞ ഭാവത്തിലും പരിശുദ്ധ അമ്മയുടെ ഭർത്താവായ ജോസഫിനോട് സാധർമ്യമുള്ളവനാണ്. അമ്മയുടെ അടുത്ത് ഒരു മകന് രഹസ്യമൊന്നുമില്ല. വാസ്തവത്തിൽ എനിക്കൊരു രഹസ്യവുമില്ല. പിന്നെ ഈശോയ്ക്ക് അങ്ങ് മലമുകളിൽ വെച്ച് എന്നോട് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അത് വേറെ ആരും അറിയരുതെന്നല്ലേ അതിൻ്റെ അർത്ഥം? അമ്മേ, ഞാൻ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. എന്നാൽ ഈശോയോടുള്ള സ്നേഹം അതിലും അധികമാണ്. എന്നാലും ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അവനോട് ചോദിക്കും, അവൻ്റെ മനസ്സെങ്ങനെ? എന്നോട് പറഞ്ഞ രഹസ്യം അമ്മയോട് മാത്രം പറഞ്ഞു കൊള്ളട്ടെ എന്ന്. അമ്മയ്ക്കിപ്പോൾ സന്തോഷമായോ? നീ അവനോട് ചോദിക്കുവാൻ മറന്നുപോകും. ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും അമ്മയുടെ കാര്യം മറക്കുകയില്ല. ഞാൻ എത്ര ദൂരെ പോയാലും എന്തെങ്കിലും മനോഹരമായത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ പറയും, എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. എൻ്റെ പ്രിയ മകനെ, അമ്മക്കൊരു ചുംബനം തരൂ. മേരി വികാരതരുളതയായി. എന്നാലും ജിജ്ഞാസ വിട്ടുമാറിയിട്ടില്ല. കുറച്ചു സമയം നിശബ്ദയായിരുന്ന ശേഷം അവൾ പുതിയ ഒരു ആക്രമണം നടത്തുന്നു. നീ പറഞ്ഞില്ലേ അവൻ്റെ മനസ്സ് എങ്ങനെയെന്ന്? അവൻ്റെ മനസ്സ് നിന്നോട് പറയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അത്രയുമെങ്കിലും പറയാൻ സാധിക്കും. അവൻ എല്ലാവരുടെയും മുമ്പിൽ വച്ചല്ലേ അത് പറഞ്ഞത്? യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മുമ്പിലെന്നാൽ ഞാൻ മാത്രമേ അവനോടുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ജെയിംസ് പുഞ്ചിരിയോടെ പറയുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് നീ പറയുന്നത് കേൾക്കാമായിരുന്നു.
അവൻ എന്നോട് അധികമൊന്നും പറഞ്ഞില്ല. ഏലിയ കർമ്മലമലയിൽ വെച്ചു പറഞ്ഞ വാക്കുകളും പ്രാർത്ഥനയും ഓർമ്മപ്പെടുത്തി. കർത്താവിൻ്റെ എല്ലാ പ്രവാചകന്മാരിൽ ഞാൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു. എന്നെ ശ്രവിക്കുക. നീയാണ് കർത്താവായ ദൈവമെന്ന് ഈ ജനം അറിയട്ടെ. അതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കിയത്? അമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം? അങ്ങനെയെങ്കിൽ ഈശോയുടെ അടുക്കിലേക്ക് പോകൂ. അവൻ നിന്നോട് പറയും. കുഴക്കുന്ന ചോദ്യങ്ങളെ നിയന്ത്രിക്കുവാൻ ജെയിംസ് മറുപടി പറയുന്നു. അവൻ മിക്കവാറും ഉദ്ദേശിക്കുന്നത് സ്നാപകൻ പിടിക്കപ്പെട്ടതിനാൽ ഇസ്രയേലിൽ അവശേഷിച്ചിരിക്കുന്ന പ്രവാചകൻ അവൻ മാത്രമാണ്. മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് ദൈവം അവനെ കുറെ കാലത്തേക്ക് നിലനിർത്തിയിരിക്കുന്നു, സൂസന്ന പറയുന്നു. ഹാ, ദീർഘകാലത്തേക്ക് നിലനിർത്താൻ ഈശോ ആവശ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അവൻ അവനു വേണ്ടി തന്നെ ഒന്നും ചോദിക്കുകയില്ല. വരൂ ജെയിംസ്, നിന്റെ അമ്മയോടൊന്ന് പറയൂ. അമ്മേ, ജിജ്ഞാസ തെറ്റാണ്. അത് ഉപയോഗശൂന്യവും അപകടകരവും ചിലപ്പോൾ ദുഃഖകരവുമാണ്. ഒരു നല്ല ആശാനിഗ്രഹം ഇപ്പോൾ ചെയ്യുക. ആ കഷ്ടം, നിന്റെ സഹോദരനെ ജയിലിൽ അടക്കുകയും ഒരുപക്ഷെ കൊല്ലുകയും ചെയ്യുമെന്നാണോ അവൻ ഉദ്ദേശിച്ചത്? ആകെ സംഭ്രാന്തമായ മേരി ചോദിക്കുന്നു. യൂദാസ് അല്ല എല്ലാ പ്രവാചകന്മാരും എന്ന് പറയുന്നത്. അമ്മയുടെ സ്നേഹം വെച്ച് നോക്കിയാലും അങ്ങനെയല്ല. അമ്മയുടെ സ്നേഹം അനുസരിച്ച് പറഞ്ഞാൽ ഓരോ പുത്രനും ലോകം മുഴുവൻ തന്നെയാണ്. എന്നാലും എല്ലാ പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ യൂദാസ് എന്നർത്ഥമില്ല. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം ഭാവിയിലെ പ്രവാചകന്മാരിൽ ഒരാൾ നീയായിരിക്കും. അതുകൊണ്ട് നീ മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ, അതായത് എൻ്റെ യൂദാസ്, അൽഫീസിൻ്റെ ഭാര്യ മേരി, ജെയിംസിനെയും സൂസനെയും വിട്ട് ഓടുന്നു. തദേവൂസ് അവളോട് ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കാതെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെപ്പോലെ പുറകിലേക്ക് വളരെ വേഗത്തിൽ ഓടുന്നു. പിന്തുടരപ്പെട്ട ഒരാളെ പോലെ ഓടി ഈശോയുടെ പക്കൽ അവളെത്തുകയായി. എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ മകനോട് സംസാരിക്കുകയായിരുന്നു. നീ അവനോട് പറഞ്ഞതിനെക്കുറിച്ച്, കർമ്മലമലയെപ്പറ്റി, ഏലീശയെപ്പറ്റി, പ്രവാചകന്മാരെപ്പറ്റി. നീ പറഞ്ഞു ജെയിംസ് മാത്രമായിരിക്കും അവശേഷിക്കുന്നതെന്ന്. പിന്നെ യൂദാസിന് എന്ത് സംഭവിക്കും? അവൻ എൻ്റെ മകനാണെന്ന് നിനക്കറിയാമല്ലോ. തീവ്രമായ വേദനയാലും ഓട്ടം നിമിത്തവും കിതപ്പോടി അവൾ പറയുന്നു. എനിക്കറിയാം മേരി, അവൻ എൻ്റെ ശിഷ്യനായിരിക്കുന്നത് കൊണ്ട് നിനക്ക് സന്തോഷമാണെന്നും അറിയാം. ഒരമ്മയുടെ എല്ലാ അവകാശവും നിനക്കുണ്ട്. ഗുരുവും കർത്താവും എന്ന നിലക്ക് എനിക്കും അവകാശമുണ്ട്. അത് ശരിയാണ്. എങ്കിലും യൂദാസ് എൻ്റെ കുട്ടിയാണ്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് മേരി പൊട്ടിക്കരയുന്നു. ഓ, എത്ര മോശമായ കാര്യത്തിനാണ് നീ കണ്ണീര് വാർത്തത്. എന്നാൽ ഒരമ്മയുടെ ഹൃദയത്തോട് എല്ലാം ക്ഷമിക്കപ്പെടും. ഇങ്ങു വരൂ മേരി, കരയാതിരിക്കൂ. മുമ്പൊരിക്കൽ നിന്നെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ ഞാൻ പറഞ്ഞു, നിന്റെ കണ്ണീർ വലിയ കൃപാവരം ദൈവത്തിൽ നിന്നും നേടുമെന്ന്. നിനക്ക്, നിന്റെ അൽഫിയോസിനും നിന്റെ മക്കൾക്കും വേണ്ടി. ഈശോ തൻ്റെ ഇളയമ്മയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവളെ ചേർത്ത് നിർത്തുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് അല്പം മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞ ശേഷം മേരിയുടെ കൂടെ തനിയെ ആയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കള്ളം പറഞ്ഞില്ല. അൽഫിയോസ് എന്നെ വിളിച്ചുകൊണ്ടാണ് മരിച്ചത്. അങ്ങനെ അവന് ദൈവത്തോടുള്ള എല്ലാ കടങ്ങളും മോചിക്കപ്പെട്ടു. മേരി, നിന്റെ കണ്ണീരായിരുന്നു ആ മാനസാന്തരത്തിന് കാരണമായത്. തെറ്റിദ്ധരിക്കപ്പെട്ട അവൻ്റെ ബന്ധുവായ മിശിഹായിലേക്ക്, എന്നിലേക്ക് തിരിയാൻ ഇടയായത് നിന്റെ കണ്ണീർ നിമിത്തമാണ്. അതുപോലെ ഇപ്പോഴത്തെ നിന്റെ ദുഃഖം സംശയിച്ചു നിൽക്കുന്ന സൈമണിനും നിർബന്ധ ബുദ്ധിയായ ജോസഫിനും അൽഫേസിനെ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കാൻ ഇടയാകും. അതെ, പക്ഷെ എൻ്റെ യൂദാസിനോട് നീ എന്തു ചെയ്യും? ഞാനിപ്പോൾ അവനെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹിക്കും. ഇല്ല, അത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ഓ ഈശോ. പരിശുദ്ധ അമ്മ അവളുടെ അനുജത്തിയെ ആശ്വസിപ്പിക്കുവാൻ തിരികെ വരുന്നു. അവളുടെ ദുഃഖത്തിൻ്റെ കാര്യം എന്താണെന്നറിയാൻ പാടില്ല. എന്നാലും അടുത്തു ചെന്നപ്പോൾ അവൾ കൂടുതലായി കരയുന്ന കാര്യം അമ്മയെ ധരിപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മുഖം വിളറി ചന്ദ്രിക പോലെയായി. യൂദാസിൻ്റെ അമ്മ മേരി പറയുന്നു, നീ അവനോട് പറയുമോ? വേണ്ട, എൻ്റെ യൂദാസിന് മരണം വേണ്ട എന്ന്. മരിച്ചവരെ പോലെ വിളറിയ നമ്മുടെ അമ്മ പറയുന്നു,
എൻ്റെ മകന് വേണ്ടി മരണത്തിൽ നിന്നുള്ള രക്ഷ ഞാൻ ചോദിക്കാത്തപ്പോൾ നിനക്ക് വേണ്ടി അത് ചോദിക്കുവാൻ എനിക്ക് കഴിയുമോ? വരൂ മേരി, എന്നോടൊന്ന് പറയൂ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം ഭൂമിയിലും അമ്മമാരുടെ ഹൃദയങ്ങളിലും നിറവേറട്ടെ. നിങ്ങളുടെ മക്കളുടെ വിധിയിൽ കൂടി ദൈവഹിതം നിറവേറ്റുന്നത് അമ്മമാരായ നമ്മളുടെ രക്തസാക്ഷിത്വമാണ്. ഇനി എങ്ങനെയായാലും യൂദാസ് കൊല്ലപ്പെടുമെന്നോ നീ മരിക്കുന്നതിന് മുമ്പ് കൊല്ലപ്പെടുമെന്നോ ആരും പറഞ്ഞില്ലല്ലോ. അവൻ വളരെയധികം ദീർഘായുഷ്മാനായിരിക്കണമെന്നുള്ള നിന്റെ പ്രാർത്ഥന എത്ര ബുദ്ധിമുട്ടുളവാക്കുന്നതാണ്. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാജ്യത്തിൽ നീയെല്ലാം ദൈവിക വെളിച്ചത്തിൽ കാണും. ആധ്യാത്മിക മാതൃത്വത്തിലൂടെ കാണും. രക്ഷകൻ എന്ന സ്ഥാനത്ത് എത്തിച്ചേർന്ന എൻ്റെ ഈശോയെ പോലെ തന്നെ നിന്റെ യുദാസുമായി കാണുമെന്ന് നീ അപ്പോൾ ആഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹീതമായ ഒരാത്മാവും ഒരമ്മയും എന്ന നിലയിൽ നിന്റെ മകൻ എന്നേക്കുമായി നിന്റെ കൂടെ ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം മക്കളിൽ നിന്ന് വേർപെടുത്തി ഇരിക്കുന്നത് അമ്മമാർക്ക് വലിയ പീഡനം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആ പീഡനം വളരെ വലുതാണ്. ഉത്കണ്ഠ നിറഞ്ഞ സ്നേഹം പോലെ തന്നെ അത് നമ്മെ സ്വീകരിക്കാനിരിക്കുന്ന സ്വർഗത്തിൽ പോലും തുടരത്തക്കവണ്ണം അത്ര ശക്തമാണ്. പുലർച്ചയുടെ നിശബ്ദതയിൽ മേരിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് എല്ലാവരും തിരിച്ചു വന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ് അവർ കേൾക്കുന്നത്. എല്ലാവരും വികാരതരളിതരായി. മഗ്ദലന മേരി കരഞ്ഞുകൊണ്ട് പതുക്കെ പറയുന്നു, ഞാൻ എൻ്റെ അമ്മക്ക് ആ പീഡനം ഭൂമിയിൽ വെച്ച് തന്നെ കൊടുത്തു. വേർപെടുത്തപ്പെടുന്നത് അമ്മയ്ക്കും മക്കൾക്കും ഒരുപോലെ ദുഃഖകരമാണ്, മാർത്ത കരഞ്ഞുകൊണ്ട് പറയുന്നു. പത്രോസിന്റെ കണ്ണുകളിൽ വലിയ കണ്ണീർ തുള്ളി തിളങ്ങുന്നു. തീഷ്ണൻ ബെർത്തലോമിയോട് പറയുന്നു, ഒരു അനുഗ്രഹീത ആത്മാവിൻ്റെ മാതൃത്വം എങ്ങനെയുള്ളതാണെന്ന് വിശദീകരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അത്ഭുതകരമായ വാക്കുകൾ. അനുഗ്രഹീതയായ ഒരമ്മ കാര്യങ്ങൾ എങ്ങനെ പരിഗണിക്കുമെന്ന് ദൈവിക പ്രകാശത്താലും ആധ്യാത്മിക മാതൃത്വത്തിലും എങ്ങനെ ദർശിക്കുമെന്ന് പ്രകാശിപ്പിക്കപ്പെട്ട ഒരു വലിയ രഹസ്യത്തിൻ്റെ മുമ്പിൽ ശ്വാസം പോലും നിലച്ചുപോയ വിധത്തിൽ സ്തംഭനാക്കുന്ന ഒരനുഭവം, നെഥാനിയേൽ പറയുന്നു. കറിയോത്തുകാരൻ ആൻഡ്രൂവിനോട് പറയുന്നു, ഇന്ദ്രിയപരമായ എല്ലാ ഭാരങ്ങളും നീങ്ങി മാതൃത്വത്തിന് ചിറകടിച്ച് പറക്കാൻ കഴിയുന്നു. അതുപോലുള്ള വിവരണം നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ സൗന്ദര്യമുള്ളവരായി കാണുന്നത് പോലെ തോന്നുന്നു. അത് ശരിയാണ് ജെയിംസേ, നമ്മുടെ അമ്മ നമ്മെ അതുപോലെ സ്നേഹിക്കും. അവളുടെ സ്നേഹം എത്ര പൂർണ്ണതയുള്ളതായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ നിനക്ക് കഴിയുമോ? ജോൺ സഹോദരൻ ജെയിംസിനോട് ഇത് ചോദിക്കുമ്പോൾ നല്ല പ്രകാശമേറിയ പുഞ്ചിരി. ജോണിന് മാത്രമേ പുഞ്ചിരി തൂകുവാൻ കഴിയുന്നുള്ളൂ. കാരണം സ്വന്തം അമ്മക്ക് അത്ര പരിപൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ കഴിയുമല്ലോ എന്ന ചിന്ത അയാളെ ആഴമായി സ്പർശിച്ച് ആനന്ദഭരിതനാക്കി. ഇത്രയും വിഷമം ഞാൻ എല്ലാവർക്കും വരുത്തിയല്ലോ എന്നോർത്തിട്ട് എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറെ ചിന്തിച്ച് അമ്മ പേടിച്ചു പോയതാണ്. ഈശോ എന്നെ വിശ്വസിക്കണമേ. അൽഫേസിന്റെ മകൻ ജെയിംസ് പറയുന്നു, എനിക്കറിയാം മേരി തന്നെത്താൻ അവളുടെ മേൽ പണിയുകയാണ്. അതും ഉള്ളി വെച്ചിട്ടുള്ള ഒരു നല്ല കൊട്ട്. എന്നാൽ അത് ഉപയോഗമില്ലാത്ത കുറെ ഭാരം അവളിൽ നിന്ന് നീക്കം ചെയ്യും. ഈശോ പറയുന്നു. അമ്മേ, കരച്ചിലൊന്ന് നിർത്ത്. ദൈവരാജ്യത്തിൻ്റെ ഉറപ്പിനെക്കുറിച്ച് ഒട്ടും ബോധ്യമില്ലാത്ത ഒരു പാവം പെണ്ണിനെ പോലെ അമ്മ കരയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അമ്മ ഒരിക്കലും മക്കബായരുടെ അമ്മയെ പോലെ അല്ല. അമ്മയെ നിശിതമായി ശകാരിച്ചുകൊണ്ട് തദേവൂസ് പറയുന്നു. അതേസമയം അമ്മയെ ആലിംഗനം ചെയ്തുകൊണ്ട് ആ നരച്ച മുടിയുള്ള ശിരസിൽ ചുംബിക്കുകയും ചെയ്യുകയാണ്. നിഴല് കണ്ട് മറ്റുള്ളവർ പേടിപ്പിക്കുവാൻ പറയുന്നു. പൊട്ടക്കഥകൾ കേട്ട് പേടിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെയാണ് അമ്മ. എന്നാൽ എന്നെ എവിടെയാണ് കണ്ടെത്തേണ്ടതെന്ന് അറിയുകയും ചെയ്യാം. ഈശോയിൽ എന്തൊരമ്മയാ! ഭാവിയിൽ ഞാൻ ഈശോയ്ക്കൊരു ഒറ്റുകാരനോ ഈശോയെ ഉപേക്ഷിക്കുന്നവനോ നശിച്ചു പോയൊരാത്മാവോ ആയിത്തീർന്നാൽ അങ്ങനെയുള്ള ഒരു വിവരം ആരെങ്കിലും പറഞ്ഞ് അമ്മ അറിയുകയാണെങ്കിൽ അമ്മ കരയുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ രക്തക്കണ്ണീരാണ് ചിന്തേണ്ടത്. എന്നാൽ ദൈവാനുഗ്രഹത്താൽ എൻ്റെ അമ്മയ്ക്ക് അതുപോലെ തീരാ ദുഃഖം ഞാൻ വരുത്തുകയില്ല. എന്നും എന്നേക്കും അമ്മയുടെ കൂടെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
ആദ്യം ശാസന, തുടർന്നുള്ള തലോടലുകൾ എല്ലാം മേരിയുടെ കരച്ചിൽ നിർത്താൻ കാരണമായി. കരഞ്ഞല്ലോ എന്നോർത്ത് മേരിക്കിപ്പോൾ ലജ്ജ. അന്ധകാരം പ്രകാശമായി മാറുന്നതിനിടക്ക് ഒരിരുട്ട് കാരണം ചന്ദ്രൻ അസ്തമിച്ചു. സൂര്യൻ ഉദിച്ചതുമില്ല. എന്നാൽ അല്പസമയം കൊണ്ട് പ്രകാശം ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. ആദ്യത്തെ കറുപ്പ് നീങ്ങി ചാരനിറമായി, പിന്നെ പച്ചമയമായി, തുടർന്ന് നീല കലർന്ന വെളുപ്പായി, അവസാനം ഔപമികമായ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശമായി. നനഞ്ഞ ചരലിന്മേൽ നടക്കാൻ എളുപ്പമായി. കടൽ സ്വല്പം പിൻവാങ്ങിയിട്ടുണ്ട്. വെള്ളമുത്തുകൾ കൊണ്ട് പൊട്ടിച്ചിരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന നീലക്കടലിന്മേൽ നോക്കുന്നത് എത്ര അലൗകികമായ അനുഭൂതി ഉളവാക്കുന്നു. പ്രഭാതത്തിൻ്റെ വെള്ളി വെളിച്ചം കടുത്ത റോസുമായി ചേർന്ന് സ്വർണവും ചുമന്ന റോസുമായി കടലിലും പ്രകൃതിയിലൊട്ടാകെയും കാൽനടക്കാരുടെ മുഖത്തും കൂടുതൽ ശോഭ വരുത്തുന്ന മനോഹാരിത. അതിൻ്റെ നട്ടുച്ചയിൽ ദിവസത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മണിക്കൂർ എന്ന് ഞാൻ കരുതുന്നു. കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ പൊങ്ങി വരുന്നതനുസരിച്ച് അതിൻ്റെ ആദ്യരശ്മികൾ പർവ്വതങ്ങൾ, മലകൾ, പുൽമേടുകൾ, വനങ്ങൾ ഇവയിലും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലും ആകാശത്തിലും വർണ്ണപ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുകയാണ്. മഞ്ഞിൻ്റെ നിറം കുറെ കൂടെ വെണ്മയുള്ളതായി. ദൂരെ കാണുന്ന പർവ്വതങ്ങളുടെ നീലിമ കുറെ തെളിഞ്ഞ വയലറ്റായി. ആകാശത്തിൻ്റെ ഇളം നീല റോസ് നിറവുമായി ചേർന്ന് കടുപ്പം കൂടി ഇന്ദ്രനീല നിറത്തിലുള്ള ആകാശത്തിൽ മരതക പച്ച കരകളും സമുദ്രത്തിലെ വെള്ളിമുത്തുകളും അത്ഭുത ലോകം. ഇന്ന് യഥാർത്ഥത്തിൽ സമുദ്രം സൗന്ദര്യത്തിൻ്റെ പ്രളയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കടൽ ഇന്ന് ചത്തതുപോലെ നിശ്ചലമല്ല. കാറ്റിൻ്റെ അലർച്ച കൊണ്ട് ശോഭിച്ചിട്ടുമില്ല. ചെറുതിരമാലകളിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് എത്ര മഹത്വമുള്ള ജീവൻ ദ്യോതിപ്പിക്കുന്നു. ചെറിയ വെള്ളപ്പത കൊണ്ടുള്ള കിരീടം ധരിച്ച് തീരകളെല്ലാം അങ്ങിങ്ങായി നീങ്ങുന്ന ദൃശ്യം മഹനീയം തന്നെ. വെയിൽ മൂക്കുന്നതിനു മുൻപ് നമ്മൾ ഡോറായിലെത്തും. സന്ധ്യയോടുകൂടി അവിടെ നിന്നും പോകാം. സഹോദരിമാരെ, നിങ്ങളുടെ ബുദ്ധിമുട്ടേറിയ യാത്ര നാളെ അവസാനിക്കും. നാളെ നമ്മൾ സെനേസറിയിലായിരിക്കും. അവിടെ അല്പം വിശ്രമിക്കാം. നിങ്ങളുടെ വണ്ടി അവിടെ നിങ്ങളെ കാത്തുകിടപ്പുണ്ടാവും. നമ്മൾക്ക് പിരിയാം. മേരി, നീ എന്തിനാണ് കരയുന്നത്? ഇന്നത്തെ ദിവസം എല്ലാ മേരിമാരുടെയും കരച്ചിൽ ഞാൻ കാണണമെന്നാണോ? ഈശോ മഗ്ദലനയോട് ചോദിക്കുന്നു. ഈശോയെ വിട്ടുപോകുവാനുള്ള വിഷമം കൊണ്ടാണ് അവൾ കരയുന്നത്. മേരിയെ ന്യായീകരിച്ചുകൊണ്ട് അവളുടെ സഹോദരി മറുപടി പറയുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഇനി ഉടനെയൊന്നും കാണുകയില്ലെന്നോ ഒരിക്കലും കാണിക്കയില്ലെന്നോ ഒന്നുമല്ലല്ലോ. മേരി തലയാട്ടുന്നുണ്ട്. കാരണം ഈ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല അവൾ കരഞ്ഞത്. തീഷ്ണൻ പറയുന്നു, ഗുരു അടുത്തില്ലെങ്കിൽ അവൾ നല്ലവളായിരിക്കുമോ എന്നവൾക്ക് ഭയമുണ്ട്. വളരെ ശക്തിയായി പ്രലോഭിക്കപ്പെടുമോ എന്നവൾ ഭയപ്പെടുന്നു. പിശാചിനെ അകറ്റി നിർത്താൻ നീ അടുത്തുണ്ടായിരിക്കുകയില്ലല്ലോ. അല്പസമയം മുമ്പ് ഇതെല്ലാം അവൾ എന്നോട് പറയുകയായിരുന്നു. അതോർത്ത് ഭയപ്പെടേണ്ട. കൊടുത്ത കൃപാവരം ഞാൻ ഒരിക്കലും പിൻവലിക്കുകയില്ല. പാപം ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. എങ്കിൽ ഉത്കണ്ഠയും വേണ്ട. ജാഗ്രത തീർച്ചയായും വേണം. പക്ഷേ ഭയപ്പെടരുത്. കർത്താവെ, ഞാൻ കരയുന്നത് സെസേറിയയെ ഓർത്തിട്ടാണ്. സെസേറിയ നിറയെ എൻ്റെ പാപങ്ങളുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ കാണുന്നു. എൻ്റെ മനുഷ്യപ്രകൃതിക്ക് ധാരാളം സഹിക്കുവാൻ കിട്ടും. എനിക്കതിൽ സന്തോഷമാണ്. നീ എത്ര കൂടുതൽ സഹിക്കുന്നോ അത്രയും നല്ലത്. കാരണം പിന്നീട് ആവശ്യമില്ലാത്ത ഈ വേദനകൾ നിനക്ക് സഹിക്കേണ്ടതായി വരികയില്ല. തിയോഫിലിസിൻ്റെ പുത്രി മേരി, ധീരയായ ഒരു മനുഷ്യൻ്റെ മകളാണ് നീയെന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിന്നെ ഏറ്റവും ധീരയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നിന്റെ സഹോദരി ഉൾപ്പെടെ മറ്റു ശിഷ്യകളുടെ ബലഹീനതകൾ എനിക്കെപ്പോഴും സഹിക്കുവാൻ കഴിയും. കാരണം അവർ എപ്പോഴും ലജ്ജാശീലരും പേടിക്കാരുമാണ്. എന്നാൽ നിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള പ്രകൃതി ഞാൻ സഹിക്കുകയില്ല. നിന്നെ ഞാൻ അഗ്നിയിൽ ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പ് അടക്കല്ലിൽ വെച്ച് അടിച്ച് പണിതെടുക്കും. കാരണം നിന്റെ പ്രകൃതത്തിന് അങ്ങനെയാണ് നിന്നോട് വർത്തിക്കേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ അത്ഭുതം എൻ്റെയും അത്ഭുതമാണത്. തകർന്നു പോകുവാൻ പാടുണ്ട്. ഇത് നീ അറിഞ്ഞിരിക്കണം. നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും സന്നിഹിതരല്ലാത്തവരും അറിയണം. ഞാൻ നിന്റെ കാര്യത്തിൽ ബലഹീനനാകുകയില്ലെന്നും
അനുതാപവും സ്നേഹവും നിമിത്തം നീ കരയാൻ ഞാൻ അനുവദിക്കുന്നു. വേറൊന്നിനും വേണ്ടിയല്ല, അത്രമാത്രം. ഇത് വ്യക്തമായി മനസ്സിലായോ? ഈശോ അധികാരപൂർവ്വം വളരെ ഗൗരവത്തോടും കൂടിയുമാണ് സംസാരിച്ചത്. മേരി മഗ്ദലന അവളുടെ കണ്ണീരും തേങ്ങലും വിഴുങ്ങാൻ ശ്രമിക്കുന്നു. മുട്ടുകുത്തി ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുന്നതിനിടയിൽ സ്വരം കിട്ടാൻ വളരെ പണിപ്പെട്ട് ഇങ്ങനെ പറയുന്നു: അതെ എൻ്റെ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യും. എന്നാൽ എഴുന്നേൽക്കൂ, ശാന്തമായിരിക്കൂ.